എല്ലാ കർഷകർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ റൈനോസിനെ കുറിച്ച് കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഒരുപാട് എൻക്വയറികൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻക്വയറികൾ വന്ന എല്ലാവരും നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും കുറേ ഇതൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ഫിറ്റ് ചെയ്ത് കേൾക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനും പിന്നെ നമ്മുടെ റൈനോസിൻ്റെ പുതിയ കുറച്ച് പ്രത്യേകതകൾ അറിയിക്കാൻ എന്ന് വെച്ചാൽ കട്ടി കൂടിയതും അതിൻ്റെ പാറ്റേണൊക്കെ ഒരു പുതിയ പാറ്റേണൊക്കെ വന്നിട്ടുണ്ട്. 6 ആക്ക് പാറ്റേൺ വന്നിട്ടുണ്ട്. അപ്പോൾ 3 ഹോളുണ്ട്. പണ്ടൊക്കെ 2 ഹോളായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 3 ഹോളുള്ള പാറ്റേൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീൽഡിൽ പോയി അതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് കണ്ടാലോ? ആ ഫീൽഡിൽ പോയി നമുക്കപ്പോൾ അത് ചെയ്തേക്കുന്ന ഇന്നിവിടെ അടുത്ത് നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് സാറേ നമുക്ക് പാറ്റേൺ നമ്മൾ നേരത്തെ 2 ഹോൾ 2 സൈഡിലേക്കായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സെൻറ്ററിൽ ഒരു ഹോളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു 3 വരുന്നുണ്ട്. അത് 2 സൈഡിലേക്കും അടിക്കും, പിന്നെ നേരെ മേളിലേക്കും അടിക്കും. അതിൻ്റെ ബെനിഫിറ്റ് അപ്പോൾ അത് കൂടുതൽ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതായത് ഈ കിടക്കുന്നതിൻ്റെ ചുറ്റും അടുത്ത് തന്നെയുള്ള ഏലച്ചെടിക്ക് നമുക്ക് കൂടുതൽ വെള്ളം കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഓക്കെ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി എക്യുപ്മെൻറ്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അത് നമുക്ക് വേണ്ട ഒരു സാഡിൽ വേണം. 1.5 ഇഞ്ച്. നമുക്കിതിപ്പം ഓരോ പൈപ്പിനനുസരിച്ച് സാഡിലാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ 1.5 ഇഞ്ചിൻ്റെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ഒരു സാഡിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വാൽവുണ്ട്. നമ്മുടെ ഇച്ചിരി ഹെവി വാൽവാണ്. ഇത് അതിൻ്റെ ഒരു നിപ്പിളുണ്ട്. അത് കണക്ട് ചെയ്യാനുള്ള നിപ്പിളുണ്ട്, വാൽവുണ്ട്. പിന്നെ റൈനോസിൻ്റെ സ്റ്റാർട്ടർ, അതിൻ്റെ എൻഡ്, പിന്നെ റൈനോസ്. ഇത്ര സാധനം നമുക്ക് വേണ്ടത്. നമുക്കപ്പോൾ ആദ്യം നമ്മുടെ HDP പൈപ്പിൽ ഹോൾ ചെയ്യണം. ഹോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പി വഴിപ്പിച്ചോ അല്ലെങ്കിൽ ചെറിയ അല്ലാത്തൊരു കൈ കൊണ്ട് ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഡ്രില്ല് ഹോൾ ഇടുന്ന ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സൈഡിലായിട്ട് വേണം നമുക്ക് ഹോൾ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ HDP പൈപ്പ് ഹോൾ ഇട്ട് കഴിഞ്ഞു. ഹോൾ ഇടുമ്പോൾ നമ്മൾ എന്നാ വെച്ചാൽ റൈനോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൈഡിലേക്കാണ് ഹോൾ ഇടുന്നത്. അപ്പോൾ സൈഡിലേക്കാണ് നമ്മൾ വാൽവും കൊടുത്ത് നേരെ കൊടുക്കുന്ന സൈഡിലേക്ക് കൊടുക്കുന്നത്. അതേസമയം മൈക്രോസ്പെക്കിളാണെങ്കിൽ മുകളിലേക്ക് ഇടണം. മേളിലേക്ക് ഹോൾ ഇടണം. ഇതിപ്പോൾ റൈനോസ് ആയിട്ട് നമ്മൾ സൈഡിലേക്ക് ഹോൾ ഇട്ടും. ഹോളിൻ്റെ സൈസ് 60 mm ബിറ്റാണ് യൂസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ചെറുതാണെങ്കിലും അതിൻ്റെ ഇച്ചിരി വലിപ്പോട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എന്നിട്ട് നമ്മൾ സാഡിൽ പിടിപ്പിക്കണം. അവിടെ ഹോൾ സാഡിന് ഹോളുണ്ട് കണ്ടോ? ഈ ഹോൾ അവിടെ വരുന്ന രീതിക്ക് ഇവിടെ പിടിപ്പിക്കണം. ആ ഹോളുമായിട്ട് മാച്ച് ആവണം അല്ലേ? ഹോൾ ഇവിടെ വരുന്ന രീതിക്ക് അതാണ്. ഇതിപ്പം ഇച്ചിരി വലിയ ഹോൾ 20 mm ഹോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് ഈ ബോൾട്ട് അങ്ങിട്ട് കൊടുത്താൽ മതി. നമുക്ക് ജസ്റ്റ് എന്നിട്ട് സ്പാൻ ഇട്ടൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കാം. എന്ന് വെച്ചാൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് വെള്ളം ലീക്ക് ആകാതിരിക്കും. അതിനകത്തൊരു വാഷർ ഉള്ളതുകൊണ്ട് ഒരിക്കലും വെള്ളമൊന്നും ലീക്ക് ആവില്ല. ഓക്കെ, നമ്മൾ സാഡിൽ ഇപ്പോൾ പിടിപ്പിച്ച് കഴിഞ്ഞു. സാഡിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ട ഒരു നിപ്പിളുണ്ടാവും. ഈ സാഡിലും വാൽവും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു നിപ്പിളുണ്ട്. ആ നിപ്പിൾ നമ്മൾ അതിനകത്ത് കണക്ട് ചെയ്യണം. നിപ്പിൾ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്നാ വെച്ചാൽ അതിനകത്തൊരു ചെറിയ ജസ്റ്റ് ഒരു വേസ്റ്റിൻ്റെ പ്രശ്നം എടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ വലിയ ലീക്ക് വരാതിരിക്കും. കൃത്യമായിട്ട് ടൈറ്റ് ആവുകയും ചെയ്യും. ചെറുതായിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഇത് കഷ്ടം ചുറ്റിയാൽ എന്നിട്ട് ഉണ്ടാവും ഇതിലേക്ക് ചുറ്റി കൊടുക്കുന്നു. സാഡിലേക്ക് നമ്മൾ നിപ്പിൾ കണക്ട് ചെയ്യുന്നു. ഈ നിപ്പിളിലേക്കാണ് നമ്മൾ വാൽവ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും കുറച്ച് വേസ്റ്റ് ചുറ്റി കൊടുക്കാം നമുക്ക്. ഒരുപാട് ചുറ്റി കഴിഞ്ഞാലും കറക്റ്റ് വാൽവ് കയറാതെ ആകും. അപ്പോൾ ലീക്കും വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ചുറ്റി കൊടുത്തിട്ട് വാൽവ് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുന്നു. അതാണ് നമ്മുടെ വാൽവ്. വെച്ച് ഹെവി വാൽവാണ്. വാൽവ് ഒത്തിരി നമ്മൾ ടൈറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ഇങ്ങനെ ടൈറ്റാക്കി ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ നിപ്പിളടക്കി പൊട്ടിപ്പോൾ സാധ്യത. നമ്മൾ കറക്റ്റ് ലെവലിൽ നിൽക്കുന്ന രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക. അപ്പോൾ വാൽവ് സെറ്റായി. ഇതാണ് നമ്മുടെ വാൽവ്. ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ ചെയ്യാനുള്ള ഇതിലേക്ക് നമ്മൾ റൈനോസ് കണക്ട് ചെയ്യണം. അതിൻ്റെ റൈനോസിൻ്റെ സ്റ്റാർട്ടർ ഇതാണ് നമ്മൾ ആ വാൽവിലേക്ക് കൊടുക്കുന്നത്. സ്റ്റാർട്ടറിലും കുറച്ച് വേസ്റ്റ് നമുക്ക് ചുറ്റി കൊടുക്കാം. ലീക്ക് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ത്രെഡ് വരുന്നിടത്തെല്ലാം നമ്മൾ ഇച്ചിരി വേസ്റ്റ് ചുറ്റി കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഒത്തിരി ലീക്കൊന്നും വരാതിരിക്കും. സ്റ്റാർട്ടർ കൊടുത്തിട്ട് സ്റ്റാർട്ടർ നമ്മൾ ഇതിലേക്ക് പിരിച്ച് കയറ്റാം. വാൽവിലേക്ക് കറക്റ്റ് പിരിച്ച് കയറ്റി. അപ്പോൾ ഇത്ര ആയി. ഇനി ഇതിലേക്കാണ് നമ്മൾ റൈനോസ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ റൈനോസ് ഇങ്ങനെ എടുത്തിട്ട് അവിടെ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഇതിലേക്ക് തള്ളിക്കയറ്റുക. തള്ളിക്കയറ്റിയിട്ട് ഈ ലോക്ക് തിരിച്ച് നേരെ ഇങ്ങോട്ട് വലിച്ചിട്ടാൽ മതി. ഇപ്പോൾ ലോക്കായി. അതേ ഉള്ളൂ. അത്ര റീൻസ് കണക്ട് ചെയ്ത് പിന്നെ നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ ആവശ്യമുള്ള നീളം എന്തരാണ് അത് നമ്മൾ നേരെ ഒന്ന് നിവർത്തിയിടുക. എന്നിട്ട് നമ്മുടെ അറ്റം എന്ന് പറഞ്ഞാൽ എൻഡ് ഇതാണ് നമ്മൾ എൻഡ്. ഇത് വെച്ചാണ് നമ്മൾ ലാസ്റ്റ് ലോക്ക് ചെയ്യുന്നത്. അറ്റം നമ്മൾ എൻഡ് വെച്ച് നമ്മളിങ്ങനെ അത് ജസ്റ്റ് ചുമ്മാ തള്ളി കയറ്റുക. അതിൽ ലോക്ക് ഉണ്ടായിരിക്കും.
ആ ലോക്ക് നേരെ ഇങ്ങനെ വലിച്ചങ്ങിടുക. അപ്പോൾ ഇത് ലോക്കായി കാണാം. ഇത്രേ ഉള്ളൂ. സിമ്പിൾ മെക്കാനിക്കാണ്. നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. വേറെ പണിക്കാരുടെയോ വേറെ എക്യുപ്മെൻസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വെള്ളം സ്പ്രെഡ് ചെയ്യുന്നത് ഈ സൈഡ് 2 സൈഡിലേക്ക് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യും. അതായത് ഇങ്ങോട്ടൊരു 10 അടി അങ്ങോട്ടൊരു 10 അടി 2 സൈഡിലേക്ക് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാ ചെടിയുടെയും കീഴേ കൂടെ കൊണ്ടുവിടേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ലൈൻ സ്കിപ്പ് ചെയ്ത് അടുത്ത ലൈനിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഒരു 2 ലൈൻ ഓൾറെഡി ഇതിൻ്റെ വെള്ളം സ്പ്രെഡ് ആവും. നമുക്ക് അതുകൊണ്ട് ഒരു ലൈൻ സ്കിപ്പ് ചെയ്ത് അടുത്ത ലൈനിൽ ഇട്ടാൽ മതി ഇത് റൈനോസ്. അപ്പോൾ നമ്മളിതാണ് HDP പൈപ്പ് പോകുന്നത്. HDP പൈപ്പിനകത്ത് ഇതുകൊണ്ട് ഇതൊരു സാഡിലുണ്ട്. ഇതിപ്പോൾ 1.5 ഇഞ്ചിൻ്റെ HDP പൈപ്പാണ് പോയേക്കുന്നത്. അതിൽ നമ്മളൊരു സാഡിലുണ്ട്. ഈ സാഡിൽ നമുക്കിങ്ങനെ ബോൾട്ട് ഇട്ട് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആ ബോൾട്ട് ഇട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ ഈ വാൽവ് കണക്ട് ചെയ്ത് കൊടുക്കുക. വാൽവ് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു സ്റ്റാർട്ടർ ഉണ്ട്. ഇതാണ് സ്റ്റാർട്ടർ. ഈ സ്റ്റാർട്ടർ ഇതിനകത്തേക്ക് ചുമ്മാ തിരിച്ച് കയറ്റി വെക്കുക. ഓ അതിന് പിരിയാണല്ലേ? ഇത് പിരിയാ. ഓക്കെ. ഈ പിരി നമുക്ക് ചുമ്മാ പിരിച്ച് വെച്ചാൽ അതൊരു വേസ്റ്റ് വല്ലതും ചുറ്റിയിട്ട് ഇങ്ങനെ പിരിച്ച് വെച്ചാൽ മതി. പിരിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇതുണ്ട് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, അത് കാണിച്ചത്. റൈനോസ് നമുക്ക് ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് കയറ്റി വെക്കുക. സിമ്പിളായിട്ട് ഇങ്ങനെ ചുമ്മാ തള്ളി കയറ്റുക. ഈ ക്ലിപ്പ് നേരെ ഇങ്ങനെ വലിച്ചിങ്ങോട്ട് ലോക്കാക്കുക. വലിക്കുമ്പോഴത്തേക്ക് ടൈറ്റ് ആവും. വലിക്കുമ്പോഴത്തേക്ക് ചുമ്മാ ലോക്ക് ആക്കിയിരുന്നുള്ളൂ. ഇത്ര കേസുള്ളൂ. സിമ്പിൾ ഓപ്പറേഷൻ. അതാണ് റൈനോസ് കണക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്നിട്ട് അവസാനം നമുക്ക് എത്ര നീളം വേണം അത്ര നീളത്തേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്തെ എൻഡിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനാണ്. നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ ഇടാം. ഒരു 30 മീറ്റർ വരെയൊക്കെയാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. അതിനനുസരിച്ച് നമുക്ക് കൊണ്ട് കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളത് ഇടാം. ഈ സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ചാണുള്ളത്. ആ സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കതനുസരിച്ചുള്ള കട്ട് ചെയ്തിടാം. ഈ കുത്തനെ കിടക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ വിലങ്ങനെ ഇടണം അല്ലേ? നമ്മളിങ്ങനെ കിടക്കുന്നത് നിലമാണെങ്കിൽ നമ്മൾ നേരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ 2 സൈഡിലേക്കാണ് നമുക്ക് ചെയ്യുന്നത്. ഇത്ര സിമ്പിൾ ഓപ്പറേഷൻ അല്ലേ? അത് സിമ്പിളായിട്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചുമ്മാ ഇങ്ങനെയല്ല. ഒരു റോള് നമുക്ക് എത്ര മീറ്ററാണ് വരുന്നത്? ഒരു റോള് വരുന്നത് 100 മീറ്ററാണ് വരുന്നത്. 100 മീറ്ററിൻ്റെ നമുക്കത് ആവശ്യമുള്ള നീളമനുസരിച്ച് കട്ട് ചെയ്ത് നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് കട്ട് ചെയ്ത് ഇടാം. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇവിടെ എൻ്റെ എൻഡ് വെച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇത് ഒരു റോള് വരുന്നത് 100 മീറ്ററാണ്. നമുക്കിത് ആവശ്യാനുസരണം നമുക്ക് കട്ട് ചെയ്യാം. അതായത് നമ്മുടെ ഇപ്പോൾ ഏലച്ചെടി ലാസ്റ്റ് വന്നേക്കുന്ന ഇവിടം വരെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഇത് കട്ട് ചെയ്യാം. ആ നീളത്തിൽ സെയിം നീളം അല്ലേ? നമുക്ക് എവിടെ വരെയാണ് ആവശ്യമുള്ള അത്ര വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെടി ഇവിടം വരെ വന്നേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗത്ത് ലാസ്റ്റ് ഇതാണ് എൻ്റെ എൻഡ് വരുന്നത്. എൻ്റെ ക്ലോസ് ചെയ്യാനല്ലേ? ക്ലോസ് ചെയ്യാനുള്ള. ഓക്കെ. ഇത് സിമ്പിളാണ്. ഇത് നമുക്ക് ഇതിനെ ജസ്റ്റ് ഇതിനകത്തോട്ട് കയറ്റി വെക്കുക. കയറ്റുക. ലോക്ക് ഇങ്ങനെ ജസ്റ്റ് വലിച്ച് ലോക്ക് ചെയ്യുക. ആ ലോക്കും അതിനകത്ത് ഉണ്ടാവൂലേ? നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോക്ക് പിന്നെ ഊരി പോരത്തേ ഇല്ല. ഓക്കെ. അതോടൊപ്പം നമുക്ക് ഇനിയിപ്പോൾ നീട്ടത്തിൽ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കിതാവാ മുറിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണക്ടർ ഉണ്ട്. കണ്ടോ, ഇതാണ് കണക്ടർ. ഇത് നമുക്ക് എക്സ്ട്രാ പിന്നെ ഒന്നും കൂടെ കണക്ട് ചെയ്യാം. എൻഡ് മാറ്റിയിട്ട് ആണോ ഇത് കയറ്റുക. ഇവിടെ ലോക്ക് ഉണ്ട്. ഇവിടെ ലോക്ക് വലിച്ചിടുക. എന്നിട്ട് അടുത്ത ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ മുറിച്ച 2 പീസും ജോയിൻ ചെയ്യാം. എല്ലാം സിമ്പിൾ മെക്കാനിക്സ് ആണ്. ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ജോയിൻ്റ് ആയി. നമുക്ക് പിന്നെ നീളത്തേക്ക് കൊണ്ടുപോകും. പിന്നെ അതിൻ്റെ അറ്റത്ത് കൊണ്ടിട്ട് പിന്നെ 2 കൂടി ഇട്ട് ബ്ലോക്ക് ചെയ്താൽ മതി. ബാക്കി ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് പടുതാക്കുളം വന്നേക്കുന്നത്. പടുതാക്കുളത്തിൽ നിന്ന് ഇവിടെ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. 5 HP മോട്ടറാണ് ഇവർ വെച്ചേക്കുന്നത്. 5 HP മോട്ടറിൽ നിന്ന് മെയിൻ വന്നേക്കുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ച് HDP ആണ് മെയിൻ കൊടുത്തേക്കുന്നത്. അവിടെ നിന്ന് 1.5 ഇഞ്ച് സബ് എടുത്തിട്ടുണ്ട്. ആ സബിലേക്കാണ് നമ്മൾ റൈനോസ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഒരു ടെലിസ്കോപ്പിക് ഡിസൈനാണ് വന്നേക്കുന്നത്. അതായത് 2 ഇഞ്ച്, അവിടെ നിന്ന് 1.5 ഇഞ്ച്, പിന്നെ 1 ഇഞ്ചിൻ്റെ റൈനോസ് കൊടുത്തേക്കുന്നു. അപ്പോൾ നല്ല രീതിക്ക് നല്ലൊരു വർക്കാവും. അപ്പം ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എല്ലായിടത്തും ഈക്വലായിട്ട് അതിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും കറക്റ്റ് അതിൻ്റെ വെള്ളം ഡിസ്ചാർജ് ഒക്കെ കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ കിടപ്പ് വെച്ചായിരിക്കുമല്ലേ ഇവിടെ? ഓരോ സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ച് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നേ. ഫസ്റ്റ് ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെ. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എത്ര മീറ്റർ HDP വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് പമ്പിൻ്റെ പവർ, പ്രഷർ അതെല്ലാം നോക്കി വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ.